ഞാൻ ഗ്ലോബൽ അക്കാദമിയിലാണ് പഠിച്ചിരുന്നത്. അവിടെ ഞാൻ ഡിപ്ലോമ ഇൻ എയർപോർട്ട് അഡ്മിനിസ്ട്രേഷനാണ് പഠിച്ചത്. എക്സാം കഴിയുന്ന മുന്നേ തന്നെ ഞാനവിടെ പ്ലേസ്മെൻറ്റ് അയക്കണേ. ഞാൻ ഇപ്പോൾ ട്രാവൽസിൽ ടിക്കറ്റിംഗ് സ്റ്റാഫാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. കോളേജ് ലൈഫ് അടിച്ച് പൊളിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോരും. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലായിരുന്നു പഠിച്ചിരുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ആയ പാടനെ എനിക്ക് ജോബിന് കയറാൻ സാധിച്ചു. അതിന് എന്നെ സഹായിച്ചത് ഗ്ലോബൽ അക്കാദമിയുടെ MD ആയ ഷെഫീഖ് സാർ ആയിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയ ഒരു ക്യാമ്പസ് ആയിരുന്നു. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ നഗരത്തിലെ പെൺവാണിഭ കേന്ദ്രത്തിൽ യുവാവിനെ തല്ലിക്കൊന്നു. നഗരമധ്യത്തിൽ നടന്ന കൊലപാതകത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ജനങ്ങൾ. സ്വരാജ് റൗണ്ടിന് സമീപത്തെ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന പെൺവാണിഭ കേന്ദ്രത്തിൽ വെച്ച് ഒഡീഷ സ്വദേശിയായ 27-കാരനായ ദമ്പതി നായിക്കാണ് മരണപ്പെട്ടത്. പണം നൽകുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ പ്രതികൾ ചേർന്ന് യുവാവിനെ മർദ്ദിച്ച് അവശനാക്കുകയായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിലെ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ആരും അറിയാതെ ജനവാസ മേഖലയിലായിരുന്നു സംഘത്തിന്റെ പ്രവർത്തനം. കൊലപാതകത്തിൽ 4 സ്ത്രീകളടക്കം 6 പേരാണ് അറസ്റ്റിലായത്. ഒഡീഷ, അസം സ്വദേശികൾ വാടകയ്ക്കെടുത്ത കെട്ടിടത്തിലാണ് പെൺവാണിഭ കേന്ദ്രം പ്രവർത്തിച്ചത്. തൃശൂർ സ്വരാജ് റൗണ്ടിനോട് ചേർന്ന കോരപ്പത്ത് ലൈനിലെ വാണിഭ കേന്ദ്രത്തിൽ കഴിഞ്ഞ 18-ന് രാത്രി 10 മണിയോടെയാണ് സംഭവമുണ്ടാകുന്നത്. നഗരത്തിലെ ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്ന ഒഡീഷ സ്വദേശികളായ ദമ്പതി നായിക്, മക്കറാമാജി, ത്രിനാഥ്മാജി എന്നിവർ രാത്രി വാണിഭ കേന്ദ്രത്തിലെത്തി. പിന്നീട് പണത്തെ ചൊല്ലി തർക്കമുണ്ടായി. പിന്നാലെ കേന്ദ്രം നടത്തിപ്പുകാരായ മെഹന്തി നായിക്, മസുമ, നോബി ഹുസൈൻ, റുബീന ബീഗം, നസ്രീൻ അഖ്താര, മച്ചാനി ഖത്തൂൻ, ബിച്ചു നായിക് എന്നിവർ ചേർന്ന് ദൻപതിനെയും സംഘത്തെയും മർദ്ദിച്ചവശരാക്കി. ദൻപത് നായിക്കിന് തലയ്ക്ക് പരിക്കേറ്റു. ചെറിയ പരിക്കേറ്റ മക്രമാജി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി ഡിസ്ചാർജ് ചെയ്തു. കഴിഞ്ഞ 7 മാസം മുൻപാണ് കോരപ്പത്ത് ലൈനിലെ വീട് വാടകയ്ക്കെടുത്തത്. ഒഡീഷ സ്വദേശിയുടെ നേതൃത്വത്തിൽ അസം, ഒഡീഷ സ്വദേശികളെ ഇവിടെ എത്തിച്ചായിരുന്നു പെൺവാണിഭം. ഫ്ളാറ്റുകളും വീടുകളും ഉൾപ്പെട്ട മേഖലയിൽ അധികമാരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ വീടിന്റെ പിൻഭാഗത്തെ ചെറിയ ഗേറ്റ് വഴിയാണ് ഇടപാടുകാരെ പ്രവേശിപ്പിച്ചിരുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ മാത്രമായിരുന്നു ഇടപാടുകാർ. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് അന്ന് തന്നെ 4 സ്ത്രീകളും 2 പുരുഷന്മാരും ഉൾപ്പെടുന്നവരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.